ശ്രീ മോഹൻ വർഗീസ്, അതേ ചോദ്യം തന്നെയാണ് താങ്കളോടും ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രശ്നാധിഷ്ഠിതമായ കാര്യങ്ങളാണല്ലോ വെള്ളാപ്പള്ളി പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഒരു സമുദായ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രാഷ്ട്രീയം പിന്നീട് അത് മതവിദ്വേഷത്തിലേക്ക് അല്ലെങ്കിൽ വർഗീയതയാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അതോ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങൾ, വെള്ളാപ്പള്ളിയുടെ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ വെള്ളാപ്പള്ളി പറയുന്ന വിഷയങ്ങളുടെ പ്രസക്തി അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഇതിനകത്തൊരു ഒരു ട്രെൻഡുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടെങ്കിലും ഒരു ട്രെൻഡ് കാണാം. അതായത് ഈ ജാതിയുടെ അതിർവരമ്പ് കടന്ന് മതത്തിൻ്റെ വിശാലമായ ഒരു ഭൂമികയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരു മതപരമായ ഒരു വിഷയം കൂടിയായി അത് അവിടെയാണത് വർഗീയത എന്ന് പൊതുവെ ഒരു പരിപ്രേക്ഷ്യമുണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വെള്ളാപ്പള്ളി മനഃപൂർവ്വമായി ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനോടും CPM-നോടുമുള്ള മമത അത് കാട്ടുന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചു പോകുന്നതാണോ? അതേക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു പരാമർശങ്ങൾക്കൊരു രീതിശാസ്ത്രമുണ്ട്. അത് പറയുന്നത് പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം ലീഗിനെക്കുറിച്ചുമൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി, ആ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്ന സമയത്തൊക്കെ തങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ തുടങ്ങാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാൻ പരിരക്ഷ ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉണ്ടാകും, മറുപക്ഷത്തൊരു ചോദ്യം ഉണ്ടാകും. അതൊക്കെ പഴയ കാലമല്ലേ? മുസ്ലിം ലീഗ് ഭരണപക്ഷത്തുനിന്ന് മാറിയിട്ട് 10 വർഷത്തോളമായി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരാണല്ലോ കഴിഞ്ഞ 10 വർഷം. എന്തുകൊണ്ട് SNDP യോഗത്തിന് അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൂടുതൽ സ്കൂളുകളും കോളേജുകളും തുടങ്ങാനുള്ള അനുവാദം CPM-നോട് പിണറായിയോട് ചോദിക്കുന്നതിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഈ ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ അതല്ല, അതിനേക്കാൾ ഒരു വിശാല അർത്ഥത്തിൽ ഇതിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തോട് ചോദ്യം, അദ്ദേഹം ഈ പുലിവാല് പിടിച്ചു എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ക്ലാരിഫിക്കേഷന് വേണ്ടി പുതിയ ഒരു പത്രസമ്മേളനം ഇന്നത്തെ ദിവസം വിളിച്ചുകൂട്ടി. അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന രീതിയിലാണ് അവസാനം കാര്യങ്ങൾ ചെന്നെത്തിയത്. അവിടെ ഒരു പത്രലേഖകൻ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ചാനൽ റിപ്പോർട്ടർ അദ്ദേഹത്തിന് നേരെ അദ്ദേഹം കടന്നു വരുന്ന സ്ഥലത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സമുദായം ഏത്, അദ്ദേഹം ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടന, ഇതെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. താങ്കൾ ഒരു തീവ്രവാദിയാണ്, ഭീകരവാദി എന്നല്ല, തീവ്രവാദി ആണ്, എക്സ്ട്രീമിസ്റ്റ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ആരാണ് ഒരു തീവ്രവാദി? തീവ്രമായ നിലപാടുകളുള്ള ആൾ തീവ്രവാദി എന്ന രീതിയിൽ ഒരു ശുദ്ധമാനസർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന തീവ്രവാദി എന്ന് പറയുന്നത് ഭീകരത ഒരു മുഖമുദ്രയാക്കിയ ഒരു ദേശവിരുദ്ധൻ എന്ന രീതിയിലാണ് ഭീകരവാദി എന്ന അർത്ഥം. അപ്പോൾ അതിനൊക്കെ ആ രീതിയിലൊക്കെ ഒരു സാമുദായിക നേതാവ് പറയാമോ? അതൊരു വലിയ ചോദ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ചില ലക്ഷ്മണ രേഖകൾ സമുദായത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പൊതുവെ പറയുമ്പോഴും സമുദായത്തിൻ്റെ പൂർണ്ണമായി ഈഴവ സമുദായത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണെന്ന് ഓർക്കണം ഈഴവ സമുദായം. ആ സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ അതായത് ഒരു 2ാമത്തെ മതവിഭാഗമായ മുസ്ലിം വിഭാഗത്തിൻ്റെ നമ്പേഴ്സിനോട് സെയിമാണ്. ഏതാണ്ട് 26% ഈഴവരാണ് കേരളത്തിലുള്ളത്. ഏതാണ്ട് സമാനമായ ശതമാനക്കണക്കിൽ മലയാളികൾ മുസ്ലിങ്ങളുമാണ്. അപ്പോൾ ഒരു ഈഴവ സമുദായവും മുസ്ലിം മത ന്യൂനപക്ഷങ്ങളും തീർച്ചയായും സംവരണം പട്ടികയിൽപ്പെടുന്നതാണ്. അപ്പം വെള്ളാപ്പള്ളിക്ക് ഒരുപക്ഷെ വിശാലമായ ഒരർത്ഥമുണ്ടാവാം. ഒരുപക്ഷെ ആ സംവരണം, മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ആ സംവരണം, അത് ഏതെങ്കിലും രീതിയിൽ നിർത്തിവെക്കുകയാണെങ്കിൽ മറ്റ് ഈഴവരാതി വിഭാഗങ്ങൾക്ക് ആ സംവരണത്തിൻ്റെ കൂടെ ആനുകൂല്യം ലഭിച്ചുകൊള്ളും എന്ന ഒരു രീതിയിലാണോ അദ്ദേഹം ഇത് പറയുന്നത്? അങ്ങനെ ഒരു വിശാലമായ അജണ്ട ഇതിന് പിന്നിലുണ്ടോ? അത് വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ പൊതുവെ അദ്ദേഹത്തിൽ നിന്നും വരുന്ന പ്രതികരണങ്ങളെ അത്ര സ്വാഗതാർഹമായിട്ടല്ല കേരള സമൂഹം കണ്ടത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത് എന്നാണ് തോന്നുന്നത്, രോഹിണി. അതുകൊണ്ടാണ് ഇവിടെ സാമുദായിക ആചാര്യന്മാർ ആ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ പറയുന്നതിൽ വിരോധമില്ല.
പക്ഷേ ഒരു വിശാല അർത്ഥത്തിൽ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കുറച്ചുകൂടി വിശാല അടിത്തറയുള്ള ആളുകൾ പറയുന്നതാവാം അതിനകത്തൊരു ഭംഗി. അതുകൊണ്ട് വെറുതെ ഒരു പരിപ്രേക്ഷ്യം സൃഷ്ടിക്കുകയും ഒരു വർഗീയത എന്ന രീതിയിലുള്ള പരിപ്രേക്ഷ്യം അതിനകത്ത് വരികയും മാറാട് കലാപം പോലെ ഒരു സംഭവം മുസ്ലിം ലീഗ് ഇടപെട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അതുപോലെ ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാതെ അദ്ദേഹം പറയുമ്പോൾ പല പുരികങ്ങളും ചുളിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇതിൽ നിന്നും മുതലെടുക്കുന്ന താരെ ഇപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സമയത്ത് രോഹിണി ഒരു 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 ക്ലാരിറ്റി ഉണ്ട് നമുക്കിപ്പോൾ. പൊളിറ്റിക്സ് ഏത് രീതിയിലാണ് കേരളത്തിൽ പോകുന്നത്, അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഓവർവെൽമിങ് മെജോറിറ്റി ഇപ്പോൾ UDF ചേർന്ന് നിൽക്കുന്നു. മുസ്ലിം വിഭാഗങ്ങളുടെ വളരെ കുറച്ച് പേര് മാത്രമേ മലബാറിൽ ഇടതുപക്ഷത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുള്ളൂ. ഇടതുപക്ഷത്തിന് മാറി ചിന്തിക്കണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതിതീവ്രമായ ഹൈന്ദവ വികാരങ്ങൾ ആളിക്കത്തിക്കുകയും അതുവഴി CPM നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഭാഗം തിരിച്ചു പിടിക്കുകയും ചെയ്യാം. ഹൈന്ദവ വോട്ടുകൾ പ്രത്യേകിച്ചും ഈഴവ വോട്ടുകളുടെ ഒരു നല്ല പങ്ക് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ല ഇവിടങ്ങളിലൊക്കെ BJPക്ക് അനുകൂലമായി നീങ്ങുന്നു എന്നതിൻ്റെ സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായതാണ്. കുറച്ചുകൂടി ആഴത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ ഒഴുക്ക് നിർത്തണമെങ്കിൽ ഒരു രീതിയിൽ നേരിട്ട് CPM പറയാനാവില്ല. കാരണം മതനിരപേക്ഷതയുടെ മേലങ്കി അണിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അങ്ങനെയെങ്കിൽ ഈ സമുദായ സംഘടനകളുടെ നേതാക്കൾ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, അവരോടൊപ്പമുള്ള ഒപ്റ്റിക്സ് ഒരുപക്ഷെ പാർട്ടിക്ക് പ്രയോജനകരമായേക്കാം. അങ്ങനെയാണ് കാറിൽ ഒരുമിച്ച് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുമിച്ച് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ചൊരു കാറിൽ വന്ന് ഇറങ്ങുന്നത് പിന്നീട് വലിയ രീതിയിലുള്ള പരാമർശങ്ങൾക്കും വിശകലനങ്ങൾക്കും ഒക്കെ കാരണമായി. CPIയുടെ നേതാവ് ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം അത് ഏറ്റെടുക്കുകയും അതേക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങളും പറയും ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി ട്രെയിൻ ഹിസ് ഗൺസ് അഗൻസ്റ്റ് ബിനോയ് വിശ്വം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ LDFൻ്റെ ഘടകകക്ഷിയായ CPIയോടും UDFൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടും പടവെട്ടുന്ന വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു. അപ്പോൾ ഉദ്ദേശം ഒരുപക്ഷെ എന്ന് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സഹായിക്കാനാണെങ്കിൽ CPI ചതിയൻ ചന്തുവാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ അതിനേക്കാൾ വലിയ ചില അജണ്ടകൾ വെള്ളാപ്പള്ളിയുടെ മനസ്സിലുണ്ട് എന്ന് കരുതാൻ ന്യായമുണ്ട്. ശരി, താങ്കളിലേക്ക് എത്താം.